നമസ്കാരം, ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. നമുക്ക് ഈ നിമിഷം കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുവാക്കുഴിയിൽ പുലി ഇറങ്ങി എന്നതാണ്. കടുവ ഏത് തരം ഗുണമുള്ള കടുവയായിരിക്കുന്നത്? ഇതായിരുന്നു അതിന്റെ ശബ്ദം. നമുക്കിനി അറിയാനുള്ളത് കടുവയെ നേരിൽ കണ്ടവരെയാണ്. ആരാണ് നമ്മൾ ഏത് തരത്തിലാണ് കണ്ടത്? നമ്മൾ ഇങ്ങനെ കണ്ടു. ഇങ്ങനെ കണ്ടു. എത്ര നീളവും വീതിയും ഉണ്ടതിന്? അതാണ് നമുക്കിനി അറിയാനുള്ളത്. അത് ഭയങ്കര വലിയ സൂപ്പർ കടുവ. വലിയ തല, വലിയ എല്ലാം വലുത്. ഭയങ്കര കടുവ. അത് കടുവ നമ്മളെ കണ്ടപ്പോ കമന്ന് കിടന്ന് ഇണചേരാൻ വന്നതായിരുന്നു. നമ്മളെ കണ്ടപ്പോ അത് നമ്മുടെ അട്രാക്ഷൻ. ഇണചേരാനാണ് ഈ കടുവ നാട്ടിലിറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യം ഇല്ലേ? നമുക്ക് കിട്ടുന്ന ഇവിടെ ഇണചേരാൻ. ഇപ്പൊ കടുവ നാട്ടിലിറങ്ങി കിട്ടാമോണ്. കടുവയുടെ സംഭവം കടുവ നിന്ന സ്ഥലമായിരിക്കും. ഈ കാണുന്ന ഒരു 10 സെന്റ് ഇതിന്റെ കുഞ്ഞമ്മയുടെയാണ്. അവർ വിൽക്കാൻ വെച്ചേക്കാണ്. ഉറങ്ങുന്ന മണ്ണാണ്. അതെ, ചുളുവിന് 1 സെന്റ് ഒരു 5 ലക്ഷത്തിന് പോകും. അതിന്റെ ഇടയിൽ അങ്ങനെ പൊയ്ക്കോളും. ഇങ്ങനെ പോയോണ്ട് ഇവിടെ സിംഹം ഇറങ്ങും. ഈ കടുവാക്കുഴിയിൽ തന്നെ നമുക്ക് ഇന്നലെ ഒരു വെള്ളി മോതിരം മോഷണം പോയതായിട്ടൊരു വാർത്ത കൂടിയാണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതും എങ്ങനെയാണെന്നാണ് നമുക്ക് അറിയാൻ പറ്റാത്തത്. അപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവന് സ്റ്റേഷനിൽ ഒരു സീൻ ഉണ്ടാക്കിയായിരുന്നു. വെറുതെ ഞാൻ റോഡ് ഇങ്ങനെ നിന്നപ്പം ഞാൻ കണ്ടിരുന്നു CCTV-യിൽ മറ്റേ കയ്യിൽ അഴിച്ചോണ്ട് പോയത്. അതെ, എന്നിട്ട് സ്റ്റേഷനും കൂടെ നമ്മളിട്ട് ഇടിച്ചിട്ട് കാര്യം ചോദിച്ചപ്പോ വീണ്ടും പിടിച്ചിട്ട് ഇടിച്ചു. അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഇതിൽ ഞാനെന്ത് പറയാനാണ്? ഒന്നും മിണ്ടാത്ത കടുവയെ കുറിച്ച് പറഞ്ഞെങ്കിൽ നമ്മളെ കുറിച്ച് പറഞ്ഞൂടെ? സത്യം. അധികാരികളെ കണ്ണൊന്ന് തുറക്ക്. ഒരു പരിപാടി ഇല്ലാതെ ഇവിടെ ഒന്ന് കടുവയുടെ കാര്യം പറഞ്ഞത്. പോട്ടെ, ബൈ. ഇതാണ് മറ്റേ മോതിരം. കേസ് തിരിഞ്ഞ് വെള്ളി മോതിരം കിട്ടി.